ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും പ്ലാന്റ് കുറേ അയച്ചു കൊടുത്തോ. അത് ഇന്നും ഇന്നലെ ഒന്നും അയച്ചു കൊടുത്തല്ല കേട്ടോ. ഇത് ഞാൻ യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഇതേപോലെ പ്ലാന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തതിൻ്റെ വീഡിയോ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്ത് കുറേ ചെടികളുണ്ടായിരുന്നു. കാരണം പുറത്തേക്ക് ഇറങ്ങാതെ നമ്മളതിൻ്റെ അടുത്തേക്ക് പോവാതെ നിന്ന സമയത്ത് വല്ലാണ്ട് കെയർ ചെയ്യാതായപ്പോൾ നല്ലോണം ഇങ്ങോട്ട് കാട് പിടിച്ച് വളർന്നിട്ടുണ്ടായിരുന്നു ചെടികൾ. അന്നേരം ഞാൻ എൻ്റെ ചാനൽ റീച്ചാക്കും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ ചെടികൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെടികളൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ചിലതൊക്കെ കുറേ ഇല്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ചെറിയ രീതിയിൽ സെയിലിന് ഇടുന്നുണ്ടെന്ന് വീഡിയോ അല്ല ചെടികൾ കുറേ ഇല്ല, കുറച്ച്. അപ്പോൾ ഒന്നായിട്ട് അല്ലാതെ ഒരു 3-4 ചെടികൾ വെച്ചിട്ട് അങ്ങനെ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒന്നായിട്ട് ഒന്നിച്ചിടുമ്പോൾ എനിക്ക് തന്നെ പാക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മാത്രം വാങ്ങിയാൽ മതിയല്ലോ. നമ്മൾ ഇടുന്നതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ചൂസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇപ്രാവശ്യം കലാത്തിയ കൂടിയിട്ടാണ് കേട്ടോ. ഈ ഒരു കലാത്തിയ ഞാൻ വാങ്ങിയതായിരുന്നു. ഇതിൻ്റെ ഒരു 3-4 തൈകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന രണ്ടാമത്തെ ചെടിയും കുറേ തൈകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ 2 കലാത്തിയകൾ കുറച്ച് കൊടുക്കാനുണ്ട്. അതിനെ ഞാൻ കിട്ടിയ സമയത്ത് തന്നെ ഒരു 2-3 മുരടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആക്കി വെച്ചപ്പോൾ രണ്ടും ഒരേപോലെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഈ ചെടി ഇത് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ക്യാഷും കാര്യങ്ങളും എത്രയാണെന്നൊക്കെ അന്നേരം ഞാൻ പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പം മഴക്കാലം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടികൾ നല്ല ഗ്രോത്ത് ആവുമെന്ന്. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ കണ്ട കലാത്തിയും സംഭവങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് 100 രൂപക്കായിരുന്നു കേട്ടോ. ഒരു മുരടിന് 100 രൂപക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇത് നമ്മളൊരു 100 രൂപക്ക് വാങ്ങിയാലും നമുക്കിത് വളർത്തിയെടുത്താൽ നമുക്ക് പിന്നെ വീണ്ടും നല്ല എമൗണ്ട് അല്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വിലക്ക് കൊടുക്കാൻ പറ്റും. അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് കലാത്തിയുടെ കളക്ഷനൊന്നുമില്ല. പക്ഷേ ഉള്ള ചെടികൾ നല്ലപോലെ നോക്കി വളർത്താൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു കലാത്തിയൊക്കെ കാണുമ്പോൾ ഒരു ഗ്രോത്ത് വരാത്തത്, ആ ഒരു ഡോട്ടുള്ള ഇതൊക്കെ ഒരുപാട് തൈകളുണ്ട്. അപ്പം ഈ 2 കലാത്തിയകളും അതിൻ്റെ കൂടെ വേറെ 1-2 ചെടികളും കൂടെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചെടികൾ ആവശ്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. പിന്നെ ഈ ഒരു അഗ്ലോണിമയാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ അഗ്ലോണിമയൊക്കെ എല്ലാവരുടെ കയ്യിൽ ചിലപ്പോൾ ഉള്ളത് തന്നെ ആയിരിക്കും. എന്നാലും ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയയ്ക്കുക. അന്ന് ഞാൻ എല്ലാ ഫുള്ള് പ്ലാന്റ് കൊടുത്ത പോലെ ചെത്തിയിട്ടെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഉണ്ടായി വന്നതാണ് അതൊക്കെ. അപ്പോൾ ആ ചെടികൾ ആവശ്യമുള്ളവരൊന്ന് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. വീഡിയോ ശരിക്കും കാണുന്നവർക്ക് മനസ്സിലാവുള്ളൂ ഏതൊക്കെ ചെടികളാണ് കൊടുക്കാനുള്ളതെന്ന്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചെടികളുടെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് ഞാൻ കലാത്തികളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് അഗ്ലോണിമാസ് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് വെച്ചതിൻ്റെ ബാക്കി ഇവിടെയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു മഴ ആയതുകൊണ്ട് തന്നെ എൻ്റെ ചെടികൾക്ക് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സമയം നമുക്ക് ചെടികൾ വളർത്താൻ പറ്റിയ ടൈമാണ് കേട്ടോ. പിന്നെ ഫുൾ ടൈം ചെടീൻ്റെ അടുത്ത് ഇറങ്ങി നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കുറച്ച് കച്ചറകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പുല്ലും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ മഴ കഴിയുമ്പോൾ നമുക്ക് സെറ്റാക്കി എടുക്കാം. പിന്നെ എടുക്കണം. പിന്നെ അതുപോലെ ഈ ഒരു സൈഡിലുണ്ട് നമ്മൾ പണ്ടൊക്കെ വേലിപ്പുറത്തും അങ്ങനെയൊക്കെ കാണുന്ന കുറേ ചെടികളാണ് കേട്ടോ ഇത്. പക്ഷെ ഇതൊക്കെ എല്ലാവരും ചട്ടിയിലാണ് വളർത്തുന്നത്. ഇന്നാണ് ഞാനൊരു PVC പൈപ്പിൽ കഷ്ണത്തിൽ ഞാൻ ടർട്ടിൽ വെയിൻ നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടർട്ടിൽ വെയിനാണ് കേട്ടോ ഇവിടെ ഹാങ് ചെയ്ത് കിടക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ള കുറച്ച് തെച്ചികളും അതേപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും പോയി വീഡിയോ എടുക്കാൻ പറ്റിയ ടൈമില്ലാത്തതുകൊണ്ടാണ് സൂം ചെയ്തെടുത്തത്. അപ്പം ഇതേപോലെ കുറച്ച് പൊട്ടിച്ചട്ടികളൊക്കെ എല്ലാ വീട്ടിൻ്റെ മൂലക്കലും ഉണ്ടാവും ചെടികൾ വളർത്തുന്നവർക്ക് കേട്ടോ. അതേപോലെ എനിക്കും ഉണ്ട് കുറച്ച് ചെടികൾ ചട്ടി പൊട്ടി കിടക്കുന്നതൊക്കെ അവിടെ. ഇത് പിന്നെ ഒരു ഫിലാഡൻഡ്രോണ്ട് ഇതിൽപ്പെട്ട സംഭവമാണ്. ഇത്രയൊക്കെയാണ് നമ്മളെ ചെടികളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ചെടികൾ ആവശ്യമുള്ളവർ മെസ്സേജ് ആക്കാം കേട്ടോ. ഞാൻ മെസ്സേജ് അയക്കുന്ന നമ്പർ ഞാൻ നമ്മുടെ ടൈറ്റിൽ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ അഗ്ലോണിമയും കലാത്തിയങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ ഒരു കമൻറ്റ് ഇടുക കേട്ടോ. നമ്മൾ വീഡിയോൻ്റെ അടിയിൽ നിങ്ങളൊക്കെ കണ്ടിട്ട് പോകാൻ നല്ലത് കമൻറ്റും കാര്യങ്ങളൊന്നും ഇടാറില്ല. നല്ല കമൻ്റ് ആയാലും ചീത്ത കമൻ്റ് ആയാലും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ വീഡിയോ ഇടുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ
നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾക്ക് എന്താ നമ്മളതിൽ നിന്ന് ഫീൽ ചെയ്ത് വീഡിയോയിൽ ഫീൽ ചെയ്ത് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഒരു നീലക്കുടുവേലി എന്തായാലും നീലക്കുടുവേലി തോന്നുന്നുണ്ട്, അതിനിപ്പോൾ എന്താ തന്നെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു, ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. ആ ചെടികൾ മഴക്കാലമായപ്പോൾ ഇതിന് മുന്നേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ള് ഇങ്ങനെ ഉണങ്ങിയ പോലെ ആയി മേൽഭാഗം ഫുള്ള്. അപ്പോൾ അന്ന് എനിക്കത് വെട്ടാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചത് ആ ഭാഗം മാത്രം അങ്ങനെ പോയിട്ട് പോകുന്നു. പക്ഷെ പിന്നെ ഒരു ദിവസം വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. പ്രത്യേകിച്ചൊരു ഇതൊന്നും ഇല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫംഗസോ അങ്ങനെ എന്തെങ്കിലും ആണോ അറിഞ്ഞുകൂടാ. അത് മഴക്കാലമായതുകൊണ്ട് പല പ്രാണികളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെട്ടിക്കളയാൻ, തൽക്കാലം അടിഭാഗം മുതൽ വെട്ടിക്കളഞ്ഞാൽ ചിലപ്പം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അത് സ്പ്രെഡാവാതെ നിൽക്കുമല്ലോ. അപ്പോൾ അത് എന്നാൽ പിന്നെ വീണ്ടും പുതിയ ഇലകളൊക്കെ തെളുത്ത് ഉണ്ടായി വന്നോളൂ എന്ന് വിചാരിച്ചിട്ട് അതവിടെ ഫുള്ള് വെട്ടി മാറ്റുകയാണ് കേട്ടോ. ഞാൻ മാക്സിമം വീഡിയോ ചുരുക്കിയാണ് കേട്ടോ ഇടൽ. അപ്പോൾ നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു ബ്രൈഡൽ ബൊക്കെയും കൂടെ ഉണ്ടായിരുന്നു അവിടെ, അതിൻ്റെ വള്ളിയാണിത് കേട്ടോ. അപ്പം അതും അതിൻ്റെ കൂടെ തന്നെ നശിച്ചിട്ടുണ്ട്. ഈ നശിച്ചു പോകുന്ന ചെടികളുടെ കൂടെ വേറെ ഏതെങ്കിലും ചെടികളുണ്ടെങ്കിൽ ആ ചെടികളും നശിക്കും കേട്ടോ. അതിൻ്റെ തെളിവാണിത്, വെട്ടിയിട്ട് ഈ കോലത്തിലാക്കി വെച്ച്. അപ്പം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സ് ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. ഈ ഒരു കാണുന്ന ഈ ഒരു കലാത്തിയും അതുപോലെ ഈ 2 കലാത്തിയാസ്, ഈ ലൈനുള്ള ഈ വക്കിൻ്റെ ലൈനുള്ള ഒരു കലാത്തിയും അതുപോലെ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കലാത്തിയും പിന്നെ ഈ ഒരു അഗ്ലോണിമയാണ് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആഗ്രഹമുള്ളവരൊന്ന് മെസ്സേജ് ആക്കുക കേട്ടോ, വേണമെന്നുള്ള ആൾക്കാർ മെസ്സേജ് ആക്കുക.